പുരോഹിതൻ്റെ ദേഹത്ത് എപ്പോഴും ഒരു നീറ്റലുണ്ട്. അതാരും കാണാത്തൊരു നീറ്റല, അരയോട് പറ്റിയുള്ളൊരു നീറ്റൽ. അതെന്തിനായിരിക്കാം? 2-3 കാര്യങ്ങളോടുണ്ട്. ഞാൻ കണ്ട പല പുരോഹിതരുടെയും നീറ്റലുള്ളവരാ. എൻ്റെ അപ്പൻ 50 വർഷം ശുശ്രൂഷിച്ചു, 50-52 വർഷം. അഹങ്കാരം പറയല്ല, എന്നാൽ ചെറിയൊരു അഭിമാനത്തിൽ പറയട്ടെ, ഒരു തുണ്ട് വസ്തു താൻ ദൈവനാമത്തിൽ തനിക്ക് വേണ്ടി മേടിച്ചിട്ടില്ല. ഉള്ളത് മുഴുവൻ സഭയ്ക്ക് എഴുതി കൊടുത്തു. ഒരായുസ് കൊണ്ട് ഒത്തിരി ഹോള് വെച്ചു, ഒത്തിരി ശവക്കോട്ട് വെച്ചു. പക്ഷെ 25 വർഷം നോക്കിയിരുന്നു, പെങ്കൊച്ച് ചാകുമോ. രാത്രി ഫോൺ വരുമ്പം പേടിച്ചെടുക്കുക. 25 വർഷം. എൻ്റെ ചോദ്യം അതായിരുന്നു, പാപമാണെങ്കിൽ ക്രൂശി മാറത്തില്ലേ? ശാപമാണെങ്കിൽ ക്രൂശി മാറ്റാത്ത ശാപമുണ്ടോ? പിന്നെന്തിനാ ഒരപ്പനിങ്ങനെ മോടെ മരണം മുന്നിൽ കണ്ട് നീറി മരിച്ചേ? ഒരു നീറ്റൽ, ആരും കാണാത്തൊരു നീറ്റൽ. എൻ്റെ അപ്പൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവരൊന്നിച്ച് കുടിച്ച് നടന്ന ഒരു ദിവസം ഒരു കുപ്പി ഇവരെല്ലാം കൂടെ ഒരു കുടം കള്ള് കുടിക്കാമെന്നാണ് പറയുക. അതിൽ ഏറ്റവും കൂടുതൽ കുടിക്കുന്ന എൻ്റെ അപ്പനായിരുന്നു. കുടി നിർത്തി. അപ്പോൾ അവസാനമായപ്പം തീരെ വയ്യാതായി. എൻ്റെ അപ്പൻ്റെ ഫസ്റ്റ് കസിൻ, അവരൊരു പ്രായക്കാരോ, 1 വയസ്സൊക്കെ വ്യത്യാസം, ചോന ബാഹുക്കളാണ്. ഇവരെല്ലാം ഭയങ്കര സൈസുകളാണ്. ഇവർ വന്നിട്ട് പറഞ്ഞു, എടാ പോയി നിനക്ക് വയ്യാടാ? ഇല്ല. എടാ അതെന്നാ പറ്റിയും ചോദിച്ചാൽ നമ്മൾ എന്ന് ഇച്ചിരി അടിക്കണോടാ, എന്നാൽ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ശരിക്കും ഫങ്ഷൻ ചെയ്തോളൂ. ഞാനിപ്പോഴും ഇന്നലെ ഒരു കുപ്പിയും ഒരു ചിക്കനും തിന്നും. ആടാടാ നമ്മുടെ ബലം, നീ ചുമ്മാ ഇച്ചിരി അടിക്കടാ, ഇങ്ങനെ ഇരുന്ന് വലിക്കാതെ. മദ്യം നിർത്തി അപ്പനോട് ഒന്ന് പറയുമ്പോൾ എന്നും ഒരു ബ്രാൻഡ് കഴിച്ചവന് ഒരു കുഴപ്പമില്ലത്. പക്ഷെ അന്നത്തെ ബുദ്ധിമുട്ടി മിലിറ്ററി കോട്ട വേണ്ടാന്ന് വെച്ചവൻ എഴുന്നേറ്റ് കിടക്കാൻ വയ്യ. എന്താ നീറ്റൽ എന്നെ ചോദ്യപ്പെടുത്തി. വ്യക്തിപരമായ ലൈഫിൽ വല്ലാത്ത നീറ്റലിലൂടെ എളിയവനും പോയി. സോറിയാസിസ് വന്നു, പെങ്ങളുടെ മരണം പൊട്ടി, 100 ദിവസം ആശുപത്രി കിടന്ന് നീറി എൻ്റെ പെങ്ങൾ മരിച്ചു. 50 വർഷം ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഞാൻ തമ്പുരാനോട് ചോദിച്ചു, എന്നോട് ഈ ഭാഗം പറഞ്ഞു, ഒരു നീറ്റിലാണ് പുരോഹിതൻ്റെ വിജയം. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. എൻ്റെ ശുശ്രൂഷയിൽ എത്രയോ പേരുടെ ക്രിയാറ്റിൻ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പൻ്റെ അടുക്ക വന്ന് എത്ര പേരുടെ കിഡ്നീസ് ഒക്കെ ആയിട്ടുണ്ട്. അവർ പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ തൻ്റെ മകൾ നീറി മരിച്ചു. ചോദ്യങ്ങളുമായി ഞാൻ തമ്പുരാൻ്റെ അടുക്ക വന്നപ്പം തമ്പുരാൻ പറഞ്ഞു, ആർക്കുമില്ലാത്തൊരു നീറ്റലുണ്ടോ? ഒരു കാര്യമുണ്ട്, ആര് വരുന്നവൻ്റെ നീറ്റല് മനസ്സിലാക്കാൻ ഹൃദയമുണ്ടാവും. നീറ്റലുള്ളവനെ നീറ്റല് മനസ്സിലാകത്തുള്ളൂ. ക്ഷമിക്കണേ, ഇന്ന് രക്ഷിക്കപ്പെട്ടു, നാളെ കൃപാവരം കിട്ടി, ഒരു ദൂത് പറഞ്ഞു, അതങ്ങൊത്തു, അതോടുകൂടി വാർത്തയായി. പിന്നെ ഗൾഫ്, അമേരിക്ക, കാനഡ, 365 ദിവസം ശുശ്രൂഷ, പിന്നെ കാറ്, വീട്, ഫ്ലാറ്റ്. ഇവർ കയറി നിൽക്കുമ്പം ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാവും. പക്ഷെ ഹൃദയത്തെ തൊടുമെന്ന് എനിക്കൊരു സംശയമാണ്. പക്ഷേ നീറി വന്ന ദൈവദാസന്മാരുണ്ട്, അവരൊരു വാക്ക് പറഞ്ഞാൽ ജീവൻ വ്യാപരിക്കും. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. എന്താ ചോദ്യത്തിനൊപ്പം എല്ലാവരും അനുഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എളിയവൻ പലപ്പോഴും തമ്പുരാനോട് ചോദിച്ചു, സഭയ്ക്ക് ഒരു പ്രയോജനം ചെയ്യാത്ത ശുശ്രൂഷയിൽ അത്യാവശ്യം കൊണ്ട് നേട്ടങ്ങൾ മാത്രം ഉണ്ടാക്കിയിട്ടുള്ള മക്കൾ എഞ്ചിനീയർ, ഡോക്ടർ. പക്ഷെ ഒരാഴ്ച കഷ്ടപ്പെട്ട ഒത്തിരി പേരുടെ മക്കൾ എങ്ങും എത്താൻ നിൽക്കുമ്പോൾ പാപമാണോ? ആണെങ്കിൽ ഒരാളെ കൊണ്ടുവരണം. ശമൂവേല, ദാൻ മുതൽ ബർശബ വരെ വിശ്വസ്ത പ്രവാചകനെ.
പക്ഷേ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ശമ്മൂവേലിൻ്റെ പുസ്തകത്തിൽ 7-ാമത് അധ്യായത്തിൽ വരുമ്പോൾ യോവേലും അബിയാവും കൈക്കൂലി മേടിച്ചു ദുരാഗ്രഹികളായി. ഞാൻ തമ്പുരാനോട് ചോദിച്ചു, ശമ്മൂവേൽ വിശ്വസ്തനല്ലേ? വയസ്സാകാലത്ത് മൂപ്പന്മാർ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ മക്കൾ വഴി നടക്കുന്നില്ല. ശമ്മൂവേലിനെ വിളിച്ച് ഞാൻ ചോദിച്ചു. ശമ്മൂവേൽ പറഞ്ഞു, ഞാൻ ഇന്ന് വരെ നയാ പൈസ കൈക്കൂലി മേടിച്ചിട്ടില്ല. പിന്നെ ഇതെന്താ അറിയില്ല, ചണനൂൽ കൊണ്ടുള്ളൊരു കാൽച്ചട്ട. എന്തിനാ? ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. 2, യാതൊരു കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച ആശ്വാസം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആർക്കുമില്ലാത്തൊരു വേദനയെ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, ആർക്കുമില്ലാത്തൊരാശ്വാസം ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയും. ഞങ്ങളുടെ ഒരു പാസ്റ്റർ മരിച്ചുപോയി, പാസ്റ്റർ റജി വർഗീസ്. ശക്തനായ കൺവെൻഷൻ പ്രാസംഗികൻ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അന്നത്തെ ഉയർന്നു വന്ന ഒരു താരം പോലെ ഒരു കാലഘട്ടത്തിൽ മലങ്കരയിൽ, അന്ന് ആ സമയത്ത് അധികം ഈ സോഷ്യൽ മീഡിയ സജീവമല്ല, കൺവെൻഷൻ വേദികളിലെ സ്ഥിര സാന്നിധ്യം. ചെറുപ്പക്കാരൻ MC റോഡിന് ആക്സിഡൻറ്റിലെ ചെറുപ്പക്കാരൻ മരിച്ചു. വലിയ ആഘോഷമായി അദ്ദേഹത്തെ ഞങ്ങൾ അടക്കി. തിരുവല്ലായി കൊണ്ടുവന്ന് പൊതുദർശനം വെച്ചു, എളിയവൻ്റെ സ്ഥലത്ത് കൊണ്ടുവച്ചു. ആയിരങ്ങൾ തിങ്ങിക്കൂടി. അവസാനം മുണ്ടക്കയത്തോട്ടൊക്കെ വിലാപയാത്ര പോയപ്പോൾ ടൗണൊക്കെ നിശ്ചലമായി. മണിക്കൂറുകൾ, 100 കണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഒരു രാജാവിനെ കൊണ്ടുവന്ന പോലെ കൊണ്ടുപോയി അടക്കി. അടക്കം കഴിഞ്ഞപ്പോൾ അന്നേരം എൻ്റെ പിതാവ് പറഞ്ഞു, പെട്ടെന്നൊരു മീറ്റിംഗ് കൊണ്ട് വിളിച്ചു കൂട്ടി, കുടുംബത്തെ ഉദ്ധരിക്കണം. അന്ന് ഒറ്റ ദിവസം കൊണ്ട് 20 ലക്ഷം രൂപ ടാർഗറ്റ് ഇട്ട് ഞാൻ ആ കമ്മിറ്റിയുടെ സെക്രട്ടറി. അതിനുവേണ്ടി ഓടിയ ഒരാൾ ഞാനായിരുന്നു. അങ്ങനെ അവരുടെ വേണ്ട ഉദ്ധാരണത്തിനുള്ള മുഴുവൻ പൈസയും ഞങ്ങൾ റേസ് ചെയ്തു. മിടുക്കി മോളെ പഠിപ്പിക്കാൻ, +2 കഴിഞ്ഞ മോളെ പഠിപ്പിക്കാൻ 4 വർഷത്തേക്കിന് ജോസ്കോ സ്ഥാപനത്തിൽ പോയിരുന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോ വർഷത്തെ ഫീസ് കൃത്യമായി വരുന്ന പോലെ ബാങ്കുമായിട്ട് ഒരു ദിവസം മുഴുവൻ ഇരുന്ന് ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ച് ഞങ്ങൾ എത്ര രൂപ പലിശ കൂട്ടിയാൽ കൂടെ വരുമ്പോൾ ആ വർഷത്തെ ഫീസാകും. 4 വർഷത്തെ ഓരോ ഫീസ് ഇട്ടു. പിന്നെ അതിനെ കെട്ടിക്കാനുള്ള പൈസ ഇട്ടു. പിറ്റേ ദിവസം വർഷം ഏതാണ്ട് അതേ ദിവസം വീട്ടിൽ വന്നിട്ട് ജോസ്കോയിലേക്ക് തിരിച്ചു പോയ മോളെ കസിൻ സ്കൂട്ടറെ കൊണ്ടുവിടുമ്പോൾ ഒരു കട്ടറി ചാടി വണ്ടിയൊന്നും തന്നെ ഇവള് വീണു, തല പുറകോട്ടടിച്ചു, എറണാകുളം വരെ എത്തിച്ചു, മരിച്ചുപോയി. കൃപ മരിച്ചു. ഇത്രയില്ല. കൃപയെ വീട്ടിൽ കൊണ്ടുവച്ചു. ഞങ്ങൾ ചർച്ചയിൽ കൊണ്ടുവന്നു. ഇതുപോലെ കൊണ്ടുപോയി ആളുകൾ ഒഴുകുകയാണ്. കൃപ മോളെ വീട്ടിൽ കൊണ്ടുവച്ചു. അപ്പം ഞങ്ങളൊരു പ്രായമുള്ള അപ്പച്ചയുണ്ട്. അപ്പച്ചയുണ്ട് പറഞ്ഞു, പെൻസുവനെ, ഞാൻ ഇങ്ങനെയുള്ളതൊന്നും മാറത്തില്ല. അന്ന് എനിക്ക് കുറച്ചുകൂടെ ഞാൻ ഫ്രീയുമാണ്. മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടായി പിന്നെ എനിക്ക് മാറാൻ പാടാ. എന്നോട് അപ്പച്ചൻ വന്ന് പറഞ്ഞു, മോനെ നീ വല്ലോടൊക്കെ പറയടാ. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ ഞാനെന്താ പറയുക. അപ്പോൾ ഒരു അപ്പച്ചൻ എന്നോടൊന്ന് ചോദിച്ചു, ഇതിൻ്റെ ആരാ നടത്തിപ്പ്? എന്നാ അപ്പച്ച, കുറച്ച് സമയം വേണം. എൻ്റെ പൊന്നപ്പച്ച എടുക്ക്, എത്ര വെള്ളം എടുക്ക്, എന്ത് സമയം എടുക്കപ്പച്ച. അപ്പച്ച എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ ആരെയും അറിയത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ പിന്നെ എന്തിനാണ് വന്നെന്ന്. അത് പറഞ്ഞിട്ട് പറയാം. ഞാൻ പത്രം എടുത്ത് നോക്കും, പിള്ളേർ വല്ലതും മരിച്ചിട്ടുണ്ടോ. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ കുഞ്ഞ് മരിച്ചു, അതിന് വന്നാ. അപ്പം നിങ്ങൾ ചോദിക്കും ഞാനെന്തിനാണ് വന്നെന്ന്. എനിക്കിതുപോലൊരു പുന്നാര മോളുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് എൻ്റെ സ്കൂട്ടറിൽ അവിടെ എനിക്ക് ടാറ്റ തന്ന് മുത്തം തന്ന് കയറി നിന്നിട്ട് ആ സ്റ്റെപ്പിൽ നിന്ന് തിരിഞ്ഞ് നോക്കി, വീണ്ടും ടാറ്റ കാണിച്ചിട്ട് പോയി. അന്ന് എന്തോ ഒരു വാക്സിൻ ആ സ്കൂളിലെടുത്തു. അത് അവൾക്ക് അലർജിയായി. വൈകിട്ട് ഞാൻ കാണുമ്പം തൊലിയെല്ലാം ബേസ്റ്റ് ഔട്ടായി മരിച്ച് വിറങ്ങലിച്ച എൻ്റെ മോടെ ശരീരമാണ്. പക്ഷെ അന്ന് തൊട്ട് ഞാനൊരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മരിച്ചിടത്തൊക്കെ പോവും, പത്രത്തിൽ നോക്കും. അങ്ങനെ വന്നാ എന്നിട്ട് അമ്മയെ നോക്കി പറഞ്ഞു, മോളെ നിൻ്റെ പേരെന്നാ? എൻ്റെ മോളെ നിൻ്റെ മോളെയൊക്കെ നമ്മളിങ്ങനെ മാലാകമാരെ പോലെ കാണുന്ന ഒരു ദിവസമുണ്ട്. സങ്കടപ്പെടല്ലേ മക്കളെ. എന്നിട്ട് അപ്പച്ചനൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പിന്നെ ആ വീട്ടിൽ വ്യാപരിച്ച ഒരു ദൈവസാന്നിധ്യമുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി, ആർക്കും ഇല്ലാത്തൊരു നീറ്റിലുള്ളവർക്ക് ഏത് നീറ്റിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ അവരുടെ കൈകളിൽ ദൈവം ദൂത് കൊടുത്തിരിക്കുക. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരാൾക്കും ഇല്ലാത്തൊരു നീറ്റൽ നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ സ്പെഷ്യൽ, യു ആർ പ്രിവിലേജ്ഡ്. ഇതിനാ അവരിൽ ജീവനുണ്ടാകാൻ
നമ്മളിൽ മരണം. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു പാസ്റ്റർ മരിച്ചുപോയി. ലൈവിൽ പറയുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ല. മരിച്ചത് നെഞ്ചു പൊട്ടിയാണ് മരിച്ചേ. രാവിലെ ചർച്ചിൽ ചെന്നപ്പോൾ, സൺഡേ സ്കൂളിന് ചെന്നപ്പോൾ അവിടുത്തെ ഒരു അച്ചായൻ പറഞ്ഞു, നിനക്കൊക്കെ പ്രസംഗിക്കാൻ അറിയാമോടാ, പോയി പെട്ടിക്കട നടത്താൻ. ആ മനുഷ്യന് ക്രോണിക് ഡയബറ്റിക് ആയിരുന്നു, എൻ്റെ സുഹൃത്താ, നെഞ്ചു പൊട്ടി. അതിലൊന്നും വേണ്ടിയില്ല, എങ്ങനെയൊക്കെ യോഗം നടത്തി. എന്നിട്ട് അടുത്ത വീട്ടിൽ ചെന്ന് ചോറുണ്ടിറങ്ങിയപ്പോൾ അവിടെ പ്രാർത്ഥിച്ചു പോലും, പിതാവേ എന്തെങ്കിലും കുഴപ്പം വന്നാൽ, ദോഷം വരുമ്പോൾ ഈ കുടുംബത്തെ ഒഴിച്ചോണം. ഇവരെന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉണ്ട വീട്ടിൽ നിന്ന് അത് പറഞ്ഞിട്ട് പോയി. അന്ന് വൈകിട്ട് ഈ പാസ്റ്ററുടെ മുഖം കറക്കുന്നു. വീട്ടിൽ ചെന്ന് പറഞ്ഞ്, ഇനി അടുത്ത ആഴ്ച പോകുമ്പം പിള്ളേരെ ഒരിക്കലും അവിടെ കൊണ്ടുപോകല്ലേ. അതെന്നാ, അവരുടെ മുമ്പിൽ വെച്ച് എന്നെ വല്ലതും പറഞ്ഞാൽ പിന്നെ അവർ ഒരിക്കലും പാസ്റ്റർമാരാകത്തില്ല. നമ്മളിതൊക്കെ അങ്ങ് വഹിക്കണ്ടേ. രാത്രി എൻ്റെ സുഹൃത്തിനെ വിളിച്ചു. മുഖം ഇരുളുന്നു, എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അദ്ദേഹം എന്നെ വിളിച്ചു, പാസ്റ്റർ ബാബു, അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ ഇത്തിരി ദൂരത്താണ്, പക്ഷെ നമ്മുടെ സുഹൃത്തല്ലേ, എവിടെയെന്ന് വെച്ചാൽ കൊണ്ട് പണം നോക്കരുത്, നമ്മുടെ സഹോദരനല്ലേ. പുള്ളി പെട്ടെന്ന് കാരിത്താസി എത്തിച്ചപ്പോൾ കാർഡിയാക് അറസ്റ്റ് കഴിഞ്ഞ് 24 മണിക്കൂറായി, നെഞ്ച് സെപ്റ്റിക്കായി, വെന്റിലേറ്ററിൽ കയറി, നെഞ്ച് പൊട്ടി. എൻ്റെ ദാസൻ മരിച്ചുപോയി. അടക്കം കഴിഞ്ഞ് ഒരു മലയുടെ മുകളിൽ നിൽക്കുക. ഞങ്ങൾ താഴെ ഞങ്ങളുടെ യൂത്ത് എല്ലാം കൂടെ നിൽക്കുക. അപ്പോൾ ഞാനന്ന് അവിടെ ഇന്നുകൊണ്ട് പറഞ്ഞു, ഓട്ടോക്കാർ അവരുടെ ഭരിച്ചാൽ ചിലവെല്ലാം CIT-കാരാ. ഞാൻ പാർഷന്മാരുടെ വരെല്ലാം വിളിച്ച് പറഞ്ഞു, പിരിവന്നേ. ഞാനൊരു കൊട്ടേഷൻ പിരിവെടുത്തു, 100 രൂപ, 50 രൂപ, എത്ര. ഇത് പാർഷ മരിച്ച ചിലവ് പാർഷന്മാരുടെ യൂണിയനാ, നെഞ്ചു പൊട്ടിച്ചത്താ പൈസന്നേ. പിരിവെല്ലാം പാർഷന്മാരുടെ വകയായിട്ട് സവറ. ഞാൻ എല്ലാ പാർഷന്മാരും പിടിച്ച് മേടിച്ച് പൈസ തരാൻ മടിച്ചോട്ട് പറഞ്ഞു, താനും ചത്താ വല്ലവരും ഉണ്ടോ? നമ്മളൊക്കെ അല്ലുള്ളൂ. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ. ഒരാവേശം തോന്നി. അടക്കം കഴിഞ്ഞാൽ ഭാര്യ അവിടെ ഫെയിൻ്റായി. ആര് നോക്കിയിട്ട് എഴുന്നേൽക്കുന്നില്ല. പക്ഷെ ഞാൻ താഴെ നിന്നൊരു കാഴ്ച കണ്ടു. മരിച്ചുപോയ റജിപ്പാസ്റ്റർ ഭാര്യയെന്ന് ഈ സഹോദരിയെ കൈ കൊടുത്ത് എഴുന്നേച്ചപ്പോൾ തന്നെ അവരെഴുന്നേക്കുന്നു. ആ വിധവ ഈ വിധവയെ ഇങ്ങനെ താങ്ങിക്കൊണ്ട് വരുമ്പോൾ എനിക്കറിയാത്തൊരു, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. ആർക്കുമില്ല ഒരു നീറ്റലുണ്ടെങ്കിൽ. പുരോഹിതനോട് പറഞ്ഞു, നിൻ്റെ അരയോട് ചേർന്ന്, ഇറ്റ് ഈസ് ക്ലോസ് ടു യു. പുറങ്കുപ്പായൊന്നും നമ്മളെ തൊടത്തില്ല. പക്ഷെ ഈ നീറ്റൽ വലിയ പാടാ. പുറത്ത് കാണാത്തൊരു നീറ്റൽ. അതുള്ളവൻ്റെ പേര് പുരോഹിതൻ. എന്തിനാ? അവൻ മരിക്കരുത്, ജനം മരിക്കരുത്. ഇന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ. അത് പാടാൻ കഴിയുന്നവർ ഒന്നിൻ്റെ ആൻസർ ഇവിടെ കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഒരിക്കലും നിത്യതയിൽ എൻ്റെ ദൈവം പ്രതിക്കൂട്ടി നിൽക്കില്ല. അന്ന് ഞാൻ മനസ്സിലാക്കും ഇതിൻ്റെ നന്മ എന്തായിരുന്നു. കരമുയർത്തിക്ക്. കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ, നിത്യത പുലരുമ്പോൾ, ദൈവം ചെയ്തതൊക്കെയും നന്മയ്ക്കെന്ന് തെളിയുമ്പോൾ, ദൈവം വിശ്വസിച്ചാശ്രയി. ആർക്കുമില്ലാത്തൊരു നീറ്റൽ, ആർക്കോടും പറയാൻ കഴിയാത്തൊരു നീറ്റൽ. അവർ ചോദിക്കും, വൈ മീ ലോർഡ്? ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള മനുഷ്യരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു കൂട്ടു സ്നേഹിതനുണ്ട്, എന്നെ കാട്ടി ശാഖയുടെ മൂത്തതാണ്. ദൈവം രാത്രി പുള്ളിയുടെ ഒന്ന് പറഞ്ഞു,
നീ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. പ്രിൻസിന് നേരെയില്ല, എന്നിട്ട് അവന് ദൂത് കൈമാറണം. ഒരിക്കലും അവൻ്റെ മുമ്പിൽ നീ കയറരുത്, പുറകിൽ നിന്നോണം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തമ്പുരാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞായറാഴ്ച ഞാൻ വീട്ടിലെ സഭായത്തിനും ഞായറാഴ്ചയും അല്ലെങ്കിൽ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കൺവെൻഷന് പോകുമ്പോൾ വിളിച്ചു വയ്ക്കും, ദൂത് എന്താടാ, കിട്ടിയോ വല്ലോ? ഇല്ല, എൻ്റെ കയ്യിലൊന്നും കിട്ടിയിട്ടുണ്ട്, നിനക്ക് തരാം, ബാ. രാത്രി പകലാക്കി എൻ്റെ ദൈവദാസൻ എന്നോടൊപ്പം ഇരിക്കും. ഒരു കൊച്ചു കുഞ്ഞിനെ പഠിപ്പിക്കുന്ന ഒരു വചനം പറഞ്ഞു തരും. ഞാൻ പ്രസംഗിക്കുമ്പോൾ ശ്രദ്ധിക്കും, തെറ്റിയാൽ വഴക്ക് പറയും. അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ ആശയം വന്നില്ലെങ്കിൽ അന്ന് എനിക്ക് പൂരപ്പാട്ടാ. അത്ര സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ. ഞാൻ ഒരിക്കലും നിൻ്റെ മുമ്പിൽ വരില്ല, നീ മുമ്പിൽ ഓടണം, ഞാൻ പുറകിൽ നിൽക്കും. ഇങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? ദൈവനോട് പറഞ്ഞു, നിത്യതയെ കണ്ടോളാമെന്ന്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തിനാ ഞാൻ ദൂത് പ്രിൻസിനെ ഏൽപ്പിക്കുന്നേ? തമ്പുരാൻ പറഞ്ഞു, നിത്യതയിലേക്കാ, അവിടെ വരുമ്പം ബാക്കി പറയാം. ഇങ്ങനെ നേരിട്ട് ദൈവശബ്ദം കേട്ട എൻ്റെ സുഹൃത്ത് വചനത്തിൻ്റെ വിത്ത് എന്നെ കത്തിച്ചു. പക്ഷേ ഇന്ന് ബ്രെയിൻ ട്യൂമറായി, കണ്ണ് കാണുന്നില്ല. ഏറ്റവും വലിയ സങ്കടം, എടാ വാക്യം വായിക്കാൻ ഒക്കുന്നില്ല, നാളെ വല്ലതും കിട്ടിയോ? നിൻ്റെ ദൂതുണ്ടോ? തല ബ്രെയിൻ ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് വായിക്കാൻ കഴിയാതെ സുഹൃത്തിരിക്കുമ്പോൾ മനസ്സിലാകുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, ഞങ്ങളിൽ മരണവും നിങ്ങൾ ജീവനും. പിന്നെ മറ്റൊരു കാര്യം കൂടെ, നിങ്ങളിച്ചിട്ട് പിശാചിന് വന്ന കെണിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് എന്നെ കുത്താൻ ഒരു മുള്ള. ആ മുള്ള് മാറിപ്പോകാൻ ചോദിച്ചവൻ പറഞ്ഞു, വേണ്ട, മുള്ള അവിടെ ഇരുന്നോട്ടെ, പക്ഷെ മുള്ളിൻ്റെ മുകളിൽ ഒരു കൃപയുടെ അധീനത തരാം. എൻ്റെ കൃപ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരും. പിന്നെ എന്തിനായി മുള്ള്? ഈ മുള്ളില്ലെങ്കിൽ നമ്മൾ പറയും, കർത്താവേ നീ ഇപ്പോഴെങ്കിലും വരണ്ട. ഈ മുള്ളുള്ള വരും, എങ്ങനെയെങ്കിലും തമ്പുരാനെ എങ്കിൽ വന്നാൽ മതി. എന്താ കാര്യം? ഇവിടുന്ന് അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്താൻ തോന്നുന്നത്. ഈ മുള്ളുകളില്ലാത്തവർക്ക് കുറച്ചാളുടെ അടിച്ചു പൊളിക്കണം. മുള്ളുള്ളവൻ പറയും, നീ ഇങ്ങ് വരണേ കർത്താവേ. കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നവൻ ആര്? നീറ്റലുള്ളവൻ. നീറ്റലില്ലാത്തവർക്ക് എന്ത് ബന്ധപ്പാട്? അവർ വെളിപ്പാട് പുസ്തകത്തിലെ മൃഗത്തിൻ്റെ സംഖ്യ അവർക്കറിയാം, യാതൊരു ഗുണമില്ല. ദൈവത്തിനും ഇല്ല, മനുഷ്യയില്ല. വെളിപ്പാട് പുസ്തകം അരച്ച് കലക്കി പ്രസംഗിക്കുന്ന ഒരാളെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് പറഞ്ഞ് ഇപ്പം അങ്ങർക്ക് മൃഗത്തിൻ്റെ സ്വഭാവമെന്ന് പറഞ്ഞു. ഹൃദയം എന്ന് പറയുന്ന സംഭവമില്ല, മൃഗത്തിൻ്റെ സ്വഭാവമാണ് പറഞ്ഞത്. ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ. പക്ഷേ കഷ്ടങ്ങളിൽ കൂടെ കടന്നു വന്നു പറയും, ഒന്നും അറിയത്തില്ല, പക്ഷെ അങ്ങനെ വന്നിരുന്നെങ്കിൽ. രാത്രി എന്നെ കേൾക്കുന്നവരെ, ആർക്കും ഇല്ലാത്തൊരു വേദനയുള്ളവർ മനസ്സിലാക്കുക, ആർക്കും ഇല്ലാത്തൊരു ശുശ്രൂഷ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആർക്കും ഇല്ലാത്തൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണടച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ പോകുക. ഞാനിത് പറയുമ്പോൾ 20-ാം ദിവസം അതിശക്തമായൊരു ആരാധന പ്രതീക്ഷിച്ചായിരിക്കാം വന്നത്. എനിക്കും എന്നോട് തന്നെ ഒരു ബുദ്ധിമുട്ട്. തമ്പുരാനെ, ജനത്തെ ഞാൻ നിരാശപ്പെടുത്തിയോ? സുരേഷ് ബാബു പാസ്റ്റർക്ക് എന്നോടൊരു പിണക്കം തോന്നിയോ? സാരമില്ല, പക്ഷെ നീറുന്ന ആരെയോ ഞാൻ ഇതിനകത്ത് കാണുന്നു. ആർക്കും ഇല്ലാത്തൊരു വേദന. ഞാൻ ചോദിച്ചു, പുറത്ത് പൊൻതടങ്ങളിൽ എല്ലാവരും കാണുന്നവർ, അകത്തെ നീർ, അത് 1 by 1 ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ പകർന്നേ.
ആർക്കും ഒരു ദോഷം ചെയ്യാത്തവർക്ക് വയ്യാത്ത കുഞ്ഞ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല കപ്പിൾ, ഇത്ര ദൈവസ്നേഹമുള്ളവർ. പക്ഷേ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുഞ്ഞ്, അതിൻ്റെ പിന്നാലെ ഓടി ഓടി വീണ അമ്മ. അവസാനം ചർച്ച വന്ന് അത് ഓടിയപ്പം ആ കുഞ്ഞിനെ അടിക്കാൻ ഓടിക്കുന്ന അപ്പച്ചൻ. മര്യാദ പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് മനുഷ്യൻ മിണ്ടായി, അങ്ങനെ ചർച്ചയിൽ നിന്ന് പിണങ്ങിപ്പോയി. പിന്നെ ഞാൻ പോയി കാലെ പിടിക്കണം. പക്ഷേ കുഞ്ഞിൻ്റെ വേദന. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്നേഹമുള്ള ദമ്പതികൾ. ഇന്നുള്ളവേ ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും. വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിന് പൊന്നിലും. ആനന്ദിക്കും ഞാൻ സദാ, ആനന്ദിക്കും ഞാൻ സദാ. അനാഥിനാഥനേശുവന്ദനം. ധന്യനായി ഞാൻ ക്രിസ്തുവിൽ സദാ. മുഴങ്കാലും മേലിരിക്കണമെന്ന് തോന്നുന്നവർ മുഴങ്കാലും മേലിരിക്കുക. പ്രാർത്ഥിക്കണം തോന്നുന്നവർ പ്രാർത്ഥിക്കുക. ഏതോ കുടുംബങ്ങളിൽ വല്ലാത്ത നീറ്റൽ. പിശാചാണോ? ദേശാധിപതിയാണോ? പോരാട്ടമാണോ? പോരാട്ടമാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ മാറത്തില്ലേ? അങ്ങനെയാണെങ്കിൽ പോരാട്ടത്തിനല്ല ജയം. അപ്പോൾ ആർക്കാ ശക്തി? ഏത് രാത്രിയിലും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ ചാടി എന്ത് വിഷയത്തിനും വന്നിരുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരി, പ്രാർത്ഥനാ പോരാളി, കടം കൊണ്ട് നിവരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പെട്ടെന്ന് മുങ്ങിയപ്പം ആരോ പറയുന്നു പ്രാർത്ഥിച്ചവൻ്റെ പോരടിച്ച. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും പ്രാർത്ഥിച്ചതിന് പോരടിക്കത്തില്ല. കാരണം അപൂർവമായൊരു വർഗമുണ്ടെങ്കിൽ, വന്യജീവികളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ചെയ്യുമെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ സംരക്ഷിക്കാൻ സ്വർഗം പ്രത്യേക പാക്കേജുണ്ട്. ആരും പറഞ്ഞ് പോരാട്ടമെന്നൊന്നും പറഞ്ഞ് പേടിക്കരുത്. പിന്നെ ഇതെന്താ ദൈവം അനുവദിക്കുന്ന ചിലത്? എന്തിന്? ഒന്ന് നെഗളിക്കരുത്. 2, പ്രാർത്ഥനയിൽ അവരെ മനസ്സിലാക്കണം. 3, നമ്മളിലെ ആശ്വാസം മറ്റുള്ളവർക്കിലേക്ക് പകരാൻ. 4, ഞാൻ മരിച്ചു പോകാതിരിക്കേണ്ടതിന്. 5, കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തേണ്ടതിന്. ഞാൻ കടന്നുപോയ വഴികളിൽ ഒന്നെനിക്ക് പറയാൻ കഴിയും. എൻ്റെ മുമ്പിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നി ഫെയിലാണ് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് അവരെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഞാനൊരിക്കലും ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ വിദേശത്തൊരിടത്തിരിക്കുക. ഒരു ഫംഗ്ഷൻ ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞ് അവൻ്റെ ദേഹത്തെല്ലാം എക്സീമയായ. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിളിൽ ഇരുന്നുകൊണ്ട് അവന് ചൊറിച്ചിൽ വന്നപ്പോൾ അവനിങ്ങനെ ഇട്ടു. അപ്പോൾ എന്തെറ്റി, ഇത് ഇങ്ങനെ ഡ്രൈ സ്കിൻ പറക്കും ഇല്ലേ? അപ്പം അടുത്തിരുന്നവരൊന്ന് നോക്കി. അപ്പനോ കൊച്ചിനെ ഇങ്ങനെ പിടിച്ചു. അവൻ കരയുന്നു, കോടൂറിക്കൊണ്ട് തന്നെ വഴക്ക് പറയുന്നു. ഞാൻ ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ കേട്ട അതിനൊത്തിരി മാറ്റമായെന്ന്. മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് പ്രാർത്ഥിക്കാനൊത്തത്. എൻ്റെ ശരീരം മുഴുവൻ പുറത്ത് കാണാത്ത പോലെ സോറിയാസിസ് വന്ന് കഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ട്. എൻ്റെ അമ്പുരാൻ്റെ കൃപ എൻ്റെ കയ്യിൽ എൻ്റെ മുഖത്തില്ല പ്രിൻസും എടുക്കാൻ. പക്ഷേ വല്ലാതെ കഷ്ടപ്പെട്ട ദിവസങ്ങൾ. നീറ്റിലായിരുന്നു. ഒന്നെനിക്കറിയാം, കീറുന്ന ഒരാളെ കണ്ട അവൻ്റെ വേദന ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഈ ശബ്ദകോശമൊക്കെ ഉണ്ടാകും. ആർക്കുമില്ലാത്തൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ ആരും കടന്നു പോകാത്തൊരു വേദനയിൽ കടന്നു പോകുമ്പോൾ ദേശാധിപതിയൊന്നുമല്ല, പോരാട്ടമല്ല, ഒരു വലിയ ദൈവ പദ്ധതിക്കായിട്ട് കർത്താവ് ഒരുക്കുക. ഒരു നവീന കാഴ്ചപ്പാടോടെ, ഒരു പുതിയ കണ്ണോടെ ചിലതിനെ കാണാൻ നമുക്ക് കഴിയട്ടെ. പ്രാർത്ഥിക്കേണ്ടവരൊക്കെ പ്രാർത്ഥിച്ചു.